ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കട്ടിലിൽ കെട്ടിയിട്ട് പീഡിപ്പിച്ചു എന്ന പരാതി ഫിസിയോതെറാപ്പിസ്റ്റ് അറസ്റ്റിൽ. അതാണ് ഇന്നത്തെ വാർത്ത. കോഴിക്കോട് അറസ്റ്റിലായ ഫിസിയോതെറാപ്പിസ്റ്റ് കട്ടിലിൽ കെട്ടിയിട്ടുകൊണ്ടാണ് ലൈംഗിക അതിക്രമം നടത്തിയതെന്ന് പരാതിക്കാരിയായ വിദ്യാർത്ഥി തുറന്നു പറയുകയാണ്. തോളലിലെ വേദനയെ തുടർന്നാണ് താൻ ചികിത്സ തേടിയത്. പക്ഷേ പരിശോധനയ്ക്കിടെ ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും സ്പർശിച്ചു. ഇനി ആർക്കും ഇത്തരം അനുഭവം ഉണ്ടാകരുതെന്നും യുവതി മീഡിയ വണിനോട് പറഞ്ഞു. അതായത് അവർക്ക് ഷോൾഡറിൽ പ്രശ്നമായിട്ട് അവിടെ പോകുമ്പോൾ ആ ചെങ്ങായി വളരെ പരിചയമുള്ള പോലെ ഉള്ളിലേക്ക് വിളിച്ച് ഇവർ കയറി ചെല്ലുമ്പോൾ വളരെ പരിചയമുള്ള പോലെ സംസാരിച്ച് എന്നിട്ട് കയ്യും കാലൊക്കെ കെട്ടിയിട്ട് അവിടെ ഇവിടെയൊക്കെ ടച്ച് ചെയ്ത് ലൈംഗിക അതിക്രമം നടത്തി എന്നുള്ളതാണ് കേസ്. ഷോൾഡറിൻ്റെ ഇഞ്ചുറിയാണ്. അപ്പം ട്രപ്പീഷ്യസിൻ്റെ ഭാഗം ഈ ഒരു നെർവസിൻ്റെ ഇവിടെ ഒരു എന്തോ ഒരു കംപ്ലൈൻറ്റാണ്. നാട്ടിൽ കാണിച്ചപ്പം കുഴപ്പമില്ല, ചെറിയ ഇഞ്ചുറി ഉണ്ടെന്ന് മാത്രമേ പറഞ്ഞില്ല. പിന്നെ ഡോക്ടറുണ്ട്, ഡോക്ടർ കുഴപ്പമില്ല, ആളിങ്ങനെ നോക്കണതാണ്. ട്രപ്പീഷ്യസിൻ്റെ ഭാഗത്ത് ഇങ്ങനെ കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ അയാൾ തൊട്ട് നോക്കും. അപ്പം വീക്കാണെങ്കിൽ അയാൾ ട്രീറ്റ്മെൻറ്റ് പറഞ്ഞു തരും. അപ്പോൾ നോക്കിയപ്പോൾ ഷിൻഡോ തോമസിനും അതിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കയറിപ്പോയി. അപ്പം മുകളിൽ കയറിപ്പോയപ്പം ഫസ്റ്റ് ഫ്ലോറിൽ ഒരു ബ്യൂട്ടി പാർലർ, സെക്കൻഡ് ഫ്ലോറിൽ ഇയാളെ ഇങ്ങനെ ഒരു ഷിൻഡോ തോമസ് എഴുതിയിട്ടുണ്ട്. അപ്പം ഞാൻ പെട്ടെന്ന് ഹോണിംഗ് ബെൽ അടിച്ചിട്ട് നോക്കിയത്. അപ്പോൾ ആളിങ്ങനെ വാല് തുറന്നിട്ട് ആദ്യം. അപ്പം ഞാൻ ഫ്രണ്ടിലിരുന്നു. ഇയാളപ്പോൾ പെട്ടെന്ന് ഞാൻ പറഞ്ഞു, ഇയാൾക്ക് എന്നെ മുന്നേ പരിചയമുള്ള പോലെ സംസാരിച്ചു. അപ്പോൾ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ഇയാൾ ഷോൾഡർ തൊട്ട്. അപ്പോൾ പറഞ്ഞു വീക്കാണെന്ന് പറഞ്ഞു. ഇവിടെ വീക്കാണ്, ഭയങ്കര സ്റ്റിഫ്നെസ്സാണ്, ഭയങ്കരമായിട്ട് അത് പ്രശ്നമാണ്, നിനക്ക് ഒന്ന് നീ അകത്തോട്ട് വാ. അപ്പോൾ ഇങ്ങനെ ഇവിടെ കയറുന്ന തൊട്ടടുത്ത് തന്നെ ഒരു റൂം, ഒരു ഫിസിയോതെറാപ്പിസ്റ്റിന് എല്ലാം ഉണ്ട് അവിടെ. അപ്പം എനിക്ക് ഡൗട്ടൊന്നും അടിച്ചില്ല. സർട്ടിഫിക്കറ്റ്, മെഡൽസ് എല്ലാം ഉണ്ട് അവിടെ. കാലിൽ കെട്ടി ഒരു കറുത്ത തുണിയിട്ട്. അപ്പം ഞാൻ ചോദിച്ചു എന്താ ഇങ്ങനെ കെട്ടണമെന്ന് വെച്ചാൽ പറയാം, അത് പേടിക്കണ്ട, ടെൻഷൻ അടിക്കണ്ട, ഇത് നമ്മൾ സ്പൈനിൻ്റെ ഈ ഭാഗത്തൊരു സ്റ്റിഫ്നെസ് ഉണ്ട്, അതൊന്ന് റിലീസ് ആകാനുണ്ട്. കാലിലും കട്ടിലിലും കെട്ടിയിട്ടുണ്ട്. അത് ഞാൻ അറിഞ്ഞത് ഇങ്ങനെ വലിച്ചപ്പോൾ ബോഡി സ്റ്റക്കായി അവിടെ, ഒന്നും ചെയ്യാൻ പറ്റണില്ല. അപ്പം ഞാൻ പെട്ടെന്ന് ഞാൻ തട്ടി കൈ വെച്ചിട്ട് എനിക്ക് പെട്ടെന്ന് എന്തോ റിലീസായി. ഇയാൾ ഇവിടെ പിടിച്ച് ഒറ്റ അമർത്തി, ഇവിടെ ഈ വയറിൻ്റെ ഭാഗത്ത് ഒറ്റ പ്രസ്. തനിക്ക് ഇതിൻ്റെ താഴെ വന്നിട്ടുള്ള ഒരു കമൻറ്റ് ഇങ്ങനെ കേട്ടോ, ഞാൻ കമൻറ്റുകളൊക്കെ താഴ്ത്തിക്കാൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഹീസ് എ കൈറോപ്രാക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യൂട്യൂബിൽ അടിച്ചു കൊടുത്ത് പറ്റും. നോട്ട് എ ഫിസിയോതെറാപ്പിസ്റ്റ്. പ്ലീസ് വെരിഫൈ ദി ഇൻഫർമേഷൻ ടു എൻഷുർ ആക്യുറസി. ഇൻകറക്റ്റ് കണ്ടൻറ് കുഡ് ഇമ്പാക്ട് കമ്മ്യൂണിറ്റി. അറിയില്ല കേട്ടോ, മനുഷ്യന് എവിടെയും സുരക്ഷിതമില്ലാത്ത ഈ കാലത്ത്. ഇതിൽ വേറൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഒരാൾ കമൻറ്റ് ഇപ്പോൾ കാണാമല്ലോ, അത് വേറൊരു വീഡിയോന് താഴെ വന്ന കമൻറ്റാണ്. അതായത് ഒരു മൂപ്പര് പറയണം, മൂപ്പരുടെ മകൻ്റെ ഭാര്യയ്ക്ക് ഇങ്ങനൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഇയാളിൽ നിന്നല്ല, വേറെ ഒരു ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്താണ്. ഡെൻറ്റിസ്റ്റ് അവിടെ ഇവിടെയും ടച്ച് ചെയ്തു. അപ്പോൾ പക്ഷേ എന്തോ നാണക്കേട് കൊണ്ട് എന്തുകൊണ്ടോ മരുമകൾ അത് പറഞ്ഞില്ല, വേറെ ആരും പറഞ്ഞില്ല. പക്ഷെ പിന്നീട് ഒന്നുകൂടി കൺസൾട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകാമെന്ന് പറഞ്ഞപ്പോഴാണ് തീരെ വലിയ സമ്മതിക്കണില്ലായിരുന്നു. അപ്പോൾ എന്താ കാര്യം ചോദിച്ചപ്പോഴാണ് പറഞ്ഞത്. അപ്പോൾ ഇവർ നേരെ പോയിട്ട് എവിടെ പോയിട്ടാണ്, വനിതാ സെല്ലോ എവിടെ പോയിട്ട് കംപ്ലയിൻറ്റ് കൊടുത്തപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് റെഫർ ചെയ്തു. പിന്നെ അവർ വന്ന് അയാൾ ചോദിച്ചു, കാര്യങ്ങളൊക്കെ ചോദിച്ചു. പിന്നെന്താണ്, കേസ് എടുത്തില്ല എന്ന് അങ്ങനെ എന്തോ പറഞ്ഞിട്ട് ഇവർ പോയിട്ട് അയാളെ തല്ലി. എന്നിട്ട് അതിൻ്റെ വീഡിയോ എടുത്തു എന്നാൽ പോലീസുകാർ തല്ലിക്കോളാൻ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു സംഭവം കേട്ടോ. ഇത് താഴെ എന്നുള്ള വേറൊരു കമൻറ്റാണ്. ഒരിക്കലും സ്ത്രീകൾ ഒറ്റയ്ക്ക് ആരുടെ അടുത്തും പോകരുത്. ആ നാണക്കേടും മാനക്കേടും കാരണം ആരും പരാതി പറയുന്നില്ല. ഇങ്ങനെ പലരുണ്ടായിരിക്കും, ഇത് നാണക്കേടാണല്ലോ, മാനക്കേടായിരിക്കുമല്ലോ, ആരും അറിയാണ്ടിരിക്കണം. എന്തിനാ ആരും അറിയാണ്ടിരിക്കണത്? അതാണ് ഇവന്മാരുടെ ധൈര്യം. ഈ കുട്ടിക്കൊരു ബിഗ് സല്യൂട്ട്. പ്രതികരിക്കുക, നല്ല രണ്ടെണ്ണം കൊടുക്കുക, കംപ്ലയിൻറ്റ് കൊടുക്കുക. ആരും കംപ്ലയിൻറ്റ് ചെയ്തിട്ടില്ല, അതായിരിക്കും, അതാണ് അവൻ ഇത്രയും ധൈര്യം കിട്ടിയത്. ഇത് തുറന്നു പറഞ്ഞ് കേസ് കൊടുത്താൽ കുട്ടിക്ക് ബിഗ് സല്യൂട്ട്. മാനഹാനി ഭയന്ന് പറയാതിരുന്ന എത്ര പേരുണ്ടാവും? ഇത്ര ധൈര്യത്തോടെ ഇത് ചെയ്യണമെങ്കിൽ മുൻപ് ഇതുപോലെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടാവാം. എൻ്റെ നാട്ടിലെ ദന്ത ഡോക്ടർ ഇതുപോലെ എൻ്റെ മകൻ്റെ ഭാര്യയോടും ഇതുപോലെ ചെയ്തു. ഞങ്ങളോട് പറയാം, മോൾക്ക് പേടി, തുടർ ചികിത്സയ്ക്കായി പോകാനായി തയ്യാറായപ്പോൾ മോൾ സമ്മതിക്കുന്നില്ല. പിന്നെ ഞങ്ങൾ നിർബന്ധിച്ചപ്പോഴാണ് കാര്യം പറഞ്ഞത്. ഞങ്ങൾ നിയമപരമായി ആദ്യം വനിതാ സെല്ലിനെ സമീപിച്ചു. അവിടെ നിന്ന് പറഞ്ഞ പ്രകാരം അപ്പോൾ തന്നെ പോലീസ് സ്റ്റേഷൻ വിവരം പറഞ്ഞു. പിറ്റേന്ന് SI ഉൾപ്പെടെ 3 പോലീസുകാർ ക്ലിനിക്കിൽ വന്ന് ഞങ്ങളെയും വിളിപ്പിച്ചു. മോളെ കൊണ്ടുപോയില്ല. ആദ്യം അയാൾ നിഷേധിച്ചു. പിന്നെ കേസ് രജിസ്റ്റർ ചെയ്യാതെ പോലീസ് താക്കീത് ചെയ്തുകൊണ്ട് പോയി. ശേഷം ഞങ്ങൾ അയാളുടെ ലേഡി സ്റ്റാഫ് ഉണ്ടായതിനെ വാതിലിന് പുറത്താക്കി നല്ലവണ്ണം പെരുമാറിയിട്ടാണ് തിരികെ പോകുന്നത്. ഞങ്ങൾ പെരുമാറുന്ന ക്യാമറയിൽ പകർത്തുകയും ചെയ്തു. പോലീസുകാർ
അനുമതി ഞങ്ങൾക്ക് തന്നിരുന്നു. അവരുടെ സാന്നിധ്യത്തിൽ അവരിതെന്ന് പ്രത്യേകം പറഞ്ഞിരുന്നു. കേസും കുട്ടമുക്കായി നടക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടോർത്ത് പലരും ഇതുപോലുള്ളത് പുറത്തു പറയില്ല. ഇത്തരം ആളുകൾക്കെതിരെ കേസ് കൊടുത്തിട്ട് മീഡിയയിൽ പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. നൈസായിട്ട് ആളെ വിളിപ്പിച്ച് നല്ലോണം പെരുമാറണം, എണീറ്റ് നടക്കാൻ പറ്റരുത്. അന്യ സ്ത്രീ പുരുഷന്മാരുടെ ഇടചേരൽ വിഷയത്തിൽ അതിർ വരുമ്പോൾ വെച്ച പ്രവാചകൻ തന്നെയാണ് കറക്റ്റ്. അത് 6-ാം നൂറ്റാണ്ടിലായാലും 21-ാം നൂറ്റാണ്ട്, അതിൻ്റെ ഇടയിൽ കൂടെ മതം. സ്ത്രീ പുറത്തു പോകുമ്പോൾ കൂടെ ഒരു സംരക്ഷകന് കൂടെ ഉണ്ടാകണമെന്ന് ഇസ്ലാം പറഞ്ഞ എത്ര ശരി. അതിൻ്റെ ഇടയിൽ കൂടി ഒരു പരിപാടി. സ്വന്തം അച്ഛനെ പോലും വിശ്വസിക്കാൻ പറ്റാത്ത കാലം പിന്നെ ഡോക്ടർ. ഇത് പറഞ്ഞപ്പോഴായിട്ട് ഒരു കേസ് ഇവിടെ, അച്ഛൻ്റെ കാര്യമില്ല, അമ്മാവൻ്റെ കാര്യം. 14 വയസ്സുകാരി ഗർഭിണിയായി, 4 മാസം വയറുവേദനയായപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുവന്നപ്പോൾ മനസ്സിലായത് പ്രഗ്നൻ്റ് ആണ്. 4th month, 4 മാസം. അപ്പോൾ ചോദിച്ചപ്പോഴാണ് സംഭവം മനസ്സിലായി. അമ്മാവൻ, അതായത് അമ്മയുടെ ആങ്ങള ഭീഷണി പിടിച്ചായിരുന്നു അത്രേ. ഇത് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛനും അമ്മേനെ കൊന്നു കളയുന്നു, അതായത് സ്വന്തം പെങ്ങളേന് അളിയനെ കൊന്നു കളയുമെന്ന് പെങ്ങളുടെ മകളെത്ത് പറഞ്ഞിറക്കാണ്. 14 വയസ്സുള്ള കുട്ടിയെത്ത്. അതായത് ഇയാൾ ഭാര്യയുമായിട്ട് അകന്നിട്ട് കഴിയായിരുന്നു. അപ്പോൾ പെങ്ങളുടെ വീട്ടിലാണ് താമസം ഉണ്ടായിരുന്നത്. അപ്പോൾ വൈകുന്നേരം കുട്ടി സ്കൂൾ വിട്ട് വന്ന സമയത്ത് ഇയാൾ പീഡിപ്പിച്ചിറക്കാണ്. എന്നിട്ട് ഭീഷണിപ്പെടുത്തിയ കാര്യത്തിൽ പറയരുത്. ആരെ വിശ്വസിക്കുക? എപ്പോഴും ആരും കൂട്ടുവരില്ല. തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെ ഉണ്ടായത് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെ എന്ന് വെച്ച് പീഡിപ്പിക്കാമോ? നിയമം ഒന്നിനും കൊള്ളത്തില്ല, അതാണ് പ്രശ്നം. തോമസ് ആയതുകൊണ്ട് കൂടുതൽ ആരും അറിഞ്ഞാണല്ലോ. ഉസ്താദായിരുന്നെങ്കിൽ മീഡിയയ്ക്ക് ചാകരാണ്. പേര് മാറിപ്പോയതുകൊണ്ട് കമൻറ്റ് ബോക്സ് നിറയ്ക്കാൻ ഷൂ നക്കികളില്ല. എല്ലാ സ്ത്രീകളും എപ്പോഴും നശിപ്പിക്കപ്പെടുന്ന ബോധത്തോടെ ആവണം. നശിപ്പിക്കപ്പെടും. പ്രതികരിക്കുക, നല്ല പെട്ട കൊടുക്കുക, തല്ലുക, നിയമസഹായം തേടുക, കംപ്ലൈൻറ്റ് കൊടുക്കുക, അടറം പൊട്ടിക്കുക. ആദ്യം എപ്പോഴും നമ്മുടെ സ്വന്തക്കാർ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ എപ്പോഴും ജാഗ്രത വേണം. ഒരു അന്യപുരുഷനും സ്ത്രീ മാത്രം അടച്ചിട്ട മുറി ഇരിക്കരുത്. കാരണം അവർക്കിടെ മൂന്നാമനായി പിശാച് കടന്നുകൂടും. മുത്തുനബിയുടെ വചനം. അതിൻ്റെ മറുപടികൾ നോക്കുക, ഒക്കെ ശരിയാണ്. ഉദാഹരണം ഉസ്താദ് എല്ലാവരും ഇന്ന് പറയില്ല, കുറച്ച് ആളുകളെങ്കിലും. മുത്തുനബി അപ്പോൾ ശരിയാ, എൻ്റെ അടുത്തും ഇടയ്ക്ക് വരുന്നുണ്ട് പിശാചി, ഞാൻ സ്വയമേ പിശാചിനെ ഓടിക്കും. എന്ത്? രംഗിണി ചെല്ലപ്പൻ 599. മുത്തുനബി അപ്പോൾ ശരിയായിരിക്കും, എൻ്റെ അടുത്തും ഇടയ്ക്ക് വരുന്നുണ്ട് പിശാച്, ഞാൻ സ്വയമേ പിശാചിനെ ഓടിക്കുന്നു. ഇത് മദ്രസയല്ല പൊട്ടാതിരായിരുന്നു. മുത്തുനബി നിരപരാധി ഓടിച്ചിട്ട് ഷുഡ് ബി മോർ സ്ട്രിക്റ്റ്. ഇതാണ്. ഈവൻ ഒരുപാട് ആളുകൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ടാവും, ആരും അത് പുറത്ത് പറഞ്ഞിട്ടുണ്ടാവില്ല. അത് മാതൃകയായ ശിക്ഷ നൽകണം. പല സ്ഥലത്തും സമയത്തു നിന്നും, പ്രത്യേകിച്ച് ചികിത്സാ കേന്ദ്രങ്ങളിൽ നിന്ന് ഇവരൊക്കെ പഠിച്ചു വരുന്ന സാഹചര്യം നമ്മൾ കാണുന്നതാണ്. മയക്കുമരുന്ന്, കഞ്ചാവ്, വെള്ളമുടിയൊക്കെ കഴിഞ്ഞാണ് ചികിത്സകനാകുന്നത്. പല സ്ത്രീകളും പലത് അനുഭവിച്ചിട്ടുണ്ടാവും, പലരും പുറത്ത് പറയാത്താണ്. പ്രായമായ ഡോക്ടറായാലും എക്സ്റേ ആയാലും പുരുഷനാണെങ്കിൽ ആരെയും കൂടെ ഉണ്ടാവണം, പുരുഷനാണെങ്കിൽ ആരെയും കൂടെ ഉണ്ടാവണം. ഫിസിയോതെറാപ്പിയൊക്കെ ലേഡി ആകുന്നതാണ് നല്ലത്. ആണുങ്ങളുടെ ലഡു പൊട്ടിക്കൊണ്ടേയിരിക്കുന്നു. അവൻ ചെയ്തത് തെറ്റാണ്, പക്ഷെ ഒറ്റയ്ക്ക് സ്ത്രീകൾ അങ്ങനെയുള്ള സ്ഥലത്ത് ഒറ്റയ്ക്ക് പോകരുതായിരുന്നു. അത് ശരി. ഈ അനുഭവമുള്ളവർ മുന്നോട്ടൊന്ന് പരാതി പറയണം. ഒരു പെണ്ണിനെ ഒരിക്കലും ആൺ തെറാപ്പി ചെയ്യരുത്, വികാരം ഒരു വിചാരമാണ്. എന്താ പറയുക? എല്ലാവരും സഹോദരിമാരെന്ന് ഒരു അലങ്കാരത്തിന് പറയാമെങ്കിൽ സ്ത്രീ ഒറ്റയ്ക്ക് കിട്ടിയാൽ പല പുരുഷന്മാരും ഈ കാര്യം മറന്നു പോകും. സാഹചര്യമാണ് എല്ലാത്തിനും കാരണം. സാഹചര്യമാണ് കാരണം എന്ന്. നമുക്ക് പരിചയമുള്ളതോ ഇല്ലാത്തതോ ഡോക്ടർ, വക്കീലോ അന്യനായ ഒരുത്തനെ കാണാൻ പോവുകയാണെങ്കിൽ മിനിമം സംസാരിക്കാൻ കഴിവുള്ളൊരു കുട്ടിയെങ്കിലും കൂടെ കൊണ്ടുപോകുക. അന്യപുരുഷനും സ്ത്രീയും ഒറ്റയ്ക്കായി ഒന്നും സംഭവിക്കില്ലെന്ന് പ്രസംഗിക്കാൻ എല്ലാവർക്കും കഴിയും, പക്ഷേ യാഥാർത്ഥ്യവുമായി അതൊരിക്കലും പൊരുത്തപ്പെടില്ല. സൂക്ഷിച്ചാൽ നല്ലത്. ഒരിക്കലും സ്ത്രീകൾ ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ അടുത്ത് ഒറ്റയ്ക്ക് പോകരുത്. ഈ ചികിത്സ എല്ലാ സ്ഥലങ്ങളിലും തുടരണമെന്ന്. ഇങ്ങനെ മറുപടിയായിട്ട് അതിന് എല്ലാവർക്കും പ്രൊട്ടക്ഷൻ കൊടുക്കുക ആരെങ്കിലും ഉണ്ടാകുമോ? എല്ലാവരും നിൻ്റെ കൂട്ടുകാരെ പോലെ അല്ലടാ പൊട്ട എന്നൊക്കെ റിപ്ലൈ. കാരണം വേറെ സ്ഥലത്ത് ജോലി ചെയ്യുന്നവരുണ്ട്, അല്ലെങ്കിൽ പഠിക്കുന്നവരുണ്ട്. വീട്ടിലുള്ള ഈ പ്രൊട്ടക്ഷൻ ടീം മരിച്ചു പോയവരുണ്ട്, ഡിവോഴ്സ് ആയവരും കല്യാണം കഴിക്കാത്തവരും എല്ലാം ഉണ്ട്. അവർക്കെല്ലാം ആരെങ്കിലും വിളിച്ചുകൂടെ കൊണ്ടുവരാൻ പറ്റുമോ? നിനക്കൊന്നും അതൊന്നും ഒരിക്കലും മനസ്സിലാവില്ല. ആണുങ്ങൾക്ക് സെക്സ് ചിന്തയിലും ലൈംഗിക ദാരിദ്ര്യത്തിലും കൺട്രോൾ ഇല്ലാത്തതിന് പെണ്ണുങ്ങൾ ആരെങ്കിലും കൂട്ടിപ്പോകലല്ല പരിഹാരം. അതിന് താഴെ പണമുണ്ടെങ്കിൽ ഏത് സൈക്കോളിക്കും ഇവിടെ ഡോക്ടർ ആവാമെന്ന്. സ്ത്രീ എത്ര മുന്നേറിയാലും അതിനൊരു പരിധിയുണ്ട് എന്ന് തെളിയിക്കുന്നതാണ് ഈ പീഡനങ്ങൾ എല്ലാം. ഇതൊന്നും തിരിച്ചറിയാൻ കഴിയാത്ത സ്ത്രീകൾ മുന്നേറിയില്ല എന്ന് മനസ്സിലാക്കണം. ഞാൻ പറയണതല്ല കേട്ടോ, ഇത് വായിക്കണതാണ്, കമൻ്റാണ്. സാഫിയ അതാണ് ഒന്നൊരു വായിക്കട്ടോ.
സ്ത്രീ എത്ര മുന്നേറിയാലും അതിനൊരു പരിധിയുണ്ട് എന്ന് തെളിയിക്കുന്നതാണ് ഈ പീഡനങ്ങൾ എല്ലാം. ഇതൊന്നും തിരിച്ചറിയാൻ കഴിയാത്ത സ്ത്രീകൾ മുന്നേറിയില്ല എന്ന് മനസ്സിലാക്കണം. ചികിത്സയ്ക്ക് പോകുമ്പോൾ ആരെങ്കിലും കൂടെ കൂട്ടണം. കൂടെയുള്ള ആളെ പുറത്ത് നിർത്തണം എന്ന് ഡോക്ടർ പറഞ്ഞാൽ അതിന് വഴങ്ങരുത്. ആത്മാർത്ഥമായി പെരുമാറുന്ന ഡോക്ടർ അങ്ങനെ പറയില്ല. അതുകൊണ്ട് തന്നെ അതിൽ ഒളിഞ്ഞിരിക്കുന്ന അപകടം മനസ്സിലാക്കണം. അതിനുള്ള ബുദ്ധിയെങ്കിലും സ്ത്രീകൾക്ക് വേണം. എൻ്റെ താഴെ അവസരമാണ് സുലൈമാനി കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അവസരമാണ് ആവശ്യത്തിൻ്റെ മാതാവ്. നമ്മൾ തന്നെ അവസരം കൊടുക്കും എന്നിട്ട് മോങ്ങുന്നു. പക്ഷേ എന്താണ് ഒറ്റയ്ക്ക് ഇത്തരം ചികിത്സയ്ക്ക് എങ്ങനെ പോയി ആരെങ്കിലും കൂടെ കൂട്ടുകയാണ് എല്ലാവരും ചെയ്യാറുള്ളത് എന്ന്. പിന്നെ ഇതൊക്കെ വിശ്വസിക്കേണ്ടി വരുന്നവരുടെ ഒരു ഗതികേട് എന്ന്. കേരളത്തിൽ ഇപ്പോൾ ക്രിമിനലായ ഉദ്യോഗസ്ഥ ഡോക്ടർ ഇവരെ സംരക്ഷിച്ച് തെമ്മാടിത്തരം നടപ്പാക്കുന്ന രാഷ്ട്രീയക്കാർ. ഒറ്റയ്ക്ക് കുട്ടി വിട്ടയാളാണ് കുറ്റക്കാരി എന്ന്. അയ്യോ, അതിൻ്റെ താഴെ മറുപടി കുറച്ചുടുപ്പ് എന്ന്. അപ്പോൾ സ്ത്രീ സ്വാതന്ത്ര്യം. എന്ത് കുറ്റം ഒറ്റയ്ക്ക് പോയാൽ കയറി പിടിക്കാമെന്നാണോ? അപ്പോൾ ജോലിക്ക് പോകുമ്പോൾ എല്ലാവരെയും കൊണ്ടുപോകാൻ പറ്റുമോ എന്ന്. കഷ്ടം, നിങ്ങളെ പോലെയുള്ള ചിന്താഗതിയാണ് പ്രശ്നം. കുട്ടി പോയത് ഡോക്ടറെ കാണിക്കാനായിരുന്നു, അല്ലാതെ കല്യാണത്തിനല്ല ആളെ കുട്ടി പോയി ചാവ് മീരി എന്നൊക്കെ. ഫിസിയോതെറാപ്പി ദേഹത്ത് തൊട്ടുള്ള ഏർപ്പാടാണ്. അതിന് പോകുമ്പോൾ കൂട്ടത്തിൽ ഒരാൾ വേണമെന്ന്. അപ്പോൾ ഗൈസ്, ഇതൊക്കെയാണ് ഏകദേശം പരിപാടികൾ. ആദ്യമായിട്ടാണ് യൂട്യൂബ് ചാനൽ കാണാൻ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റുകൾ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഇവിടെ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ ഒറ്റയ്ക്ക് പോകാൻ പാടില്ല, ആളെ കൂട്ടി പോകണം എന്നൊക്കെ. അങ്ങനെയാണ് ഒറ്റയ്ക്കൊക്കെ പോവുക. ഒറ്റയ്ക്ക് പോയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കുറേ ആരായാലും ആണായാലും പെണ്ണായാലും ആരായാലും ഇങ്ങനെ കുറേ അപകടങ്ങൾ പതിയിരിക്കുന്നത് കുറേ കുണ്ടന്മാരും ഉണ്ട് അല്ലേ? അപ്പോൾ ആണ് പെണ്ണ് ആരായാലും ഇങ്ങനെ നമുക്ക് ഇങ്ങനെ കുറേ വാർത്തകളൊന്നും പഠിക്കേണ്ട ഇങ്ങനെ കുറേ സാഹചര്യങ്ങൾ നമ്മുടെ ലൈഫിലും വരാം. അപ്പോൾ എന്ത് ചെയ്യണം? ബോൾഡായിട്ട് പെരുമാറുക, പ്രതികരിക്കുക, കംപ്ലൈൻറ്റ് കൊടുക്കുക, കാര്യങ്ങളൊക്കെ ചെയ്യുക. ഓക്കെ, എങ്ങനെയൊക്കെ പ്രതികരിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ പ്രതികരിക്കുക. ഓക്കെ, ബൈ. വേറെ വീഡിയോയിൽ കാണാം.